ഭൂരിഭാഗം മനുഷ്യരും പ്രകാശത്തിൽ ഭ്രമിതരായിത്തീരുന്നു. എന്നാൽ സിദ്ധപുരുഷന്മാർ അന്ധകാരത്തിൽ വസിച്ചുകൊണ്ട് സ്വയം പ്രകാശമാനമാകുന്നതാണ്. പ്രകാശത്തിൽ വ്യക്തിക്ക് സമസ്തവും സ്പഷ്ടമായി ദർശിക്കുവാൻ സാധിക്കും. പക്ഷേ പ്രത്യക്ഷമായത് മാത്രമാണ് അവിടെ സ്പഷ്ടമാകുന്നത്. പ്രത്യക്ഷമാകാറുള്ളത് വളരെ പരിമിതവുമായിരിക്കും. അത് ആഗ്രഹങ്ങളെയും വാസനകളെയും അത്യാഗ്രഹങ്ങളെയും മാത്രമാണ് പ്രേരിപ്പിക്കുന്നത്. പ്രകാശം എല്ലാത്തിനെയും വിഭജിക്കുന്നു. നാമും നീയും തമ്മിൽ അന്തരമുണ്ടെന്നും അത് വ്യക്തമാക്കുന്നു. അന്ധകാരത്തിൽ പ്രത്യക്ഷമായി യാതൊന്നും തന്നെയില്ല. അവിടെ പരോക്ഷമായ അനുഭൂതി മാത്രമേയുള്ളൂ. പരിധികളൊന്നും തന്നെയില്ല. ആഗ്രഹങ്ങളുമില്ല, വാസനകളുമില്ല, അത്യാഗ്രഹങ്ങളുമില്ല, നീയുമില്ല. അവിടെ നാം മാത്രമാണുള്ളത്. അഹങ്കാരത്തിൽ നിന്നും മോചിതരായവർ അന്ധകാരത്താൽ പരിപൂർണരായിരിക്കും. പരമമായ സത്യത്തിന്റെ അനുഭൂതി മാത്രമാണ് അവിടെ ഉണ്ടാവുക. ഈ അന്ധകാരം അജ്ഞാനമാകുന്ന അന്ധകാരമല്ല ദുർഗമ. ഈ അന്ധകാരത്തിൽ നിന്നുമാണ് സമസ്ത രൂപങ്ങളും ബഹിർഗമിക്കുന്നത്. ഇത് സർവോപരിയായ അന്ധകാരമാണ്. ഏവരും അവസാനം വിലീനമായി തീരുന്നതും ഈ അന്ധകാരത്തിൽ തന്നെ.